ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ 5 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനാവും. ഞാൻ തെൻസിഹ ഇമ്പച്ചിവാവ സഹകരണ ആശുപത്രിയിലെ ഡയറ്റീഷ്യനാണ്. പ്രമേഹ രോഗികൾക്ക് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനായിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിലും ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്കത് ഈസിലി കൺട്രോൾ ചെയ്യാനാവും. ഇതിനായിട്ട് ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. ബാലൻസ്ഡ് ഡയറ്റ് പറയുമ്പോൾ നമ്മുടെ പ്ലേറ്റിൽ നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൽ നമ്മൾ വോൾ ഗ്രെയിൻസ് ഇൻക്ലൂഡ് ചെയ്യാം. വോൾ ഗ്രെയിൻസ് ആയിട്ട് നമുക്ക് ഓട്സ്, കിനോവ, മട്ട റൈസ് അങ്ങനെയുള്ള ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഉള്ളത് എന്തെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സ് ഇൻക്ലൂഡ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ചിക്കനോ മീനൊക്കെ കറി ഫോമിൽ എടുക്കാം, അല്ലെങ്കിൽ എഗ്ഗ് കഴിക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പൾസസ് ഒക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മുടെ പ്ലേറ്റിന്റെ പകുതിയോളം പച്ചക്കറികളായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇങ്ങനെയുള്ള ഒരു പ്ലേറ്റിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ടിപ്പ് പറയുന്നത് നമ്മൾ എപ്പോഴും സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് മീൽസ് ഫോളോ ചെയ്യാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 നേരം ലാർജ് ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിക്കാണ്ട് 3 നേരം കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. എന്നിട്ട് ഇടനേരങ്ങളിൽ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഹെൽത്തി സ്നാക്സ് ഇൻക്ലൂഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഷുഗർ സ്പൈക്സ് ഒന്നും വരാണ്ട് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ ടിപ്പ്, നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. ഇതിനായിട്ട് നമുക്ക് പച്ചക്കറികൾ, പയർ വർഗ്ഗങ്ങൾ, ധാന്യങ്ങളൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി നാലാമത്തെ ടിപ്പ്, നമ്മൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഒരു വ്യായാമം ചെയ്യാം. ഇതിനായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു അരമണിക്കൂർ നടക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ആയിട്ട് ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തെ ടിപ്പ്, നമ്മൾ ഒരുപാട് മധുരമുള്ള സാധനങ്ങൾ, എണ്ണക്കടികൾ, ബേക്കറി ഐറ്റംസ്, മൈദോട് ഉണ്ടാക്കിയ ഫുഡ് ഐറ്റംസ്, അതായത് പൊറാട്ട അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഫുഡിൽ നിന്ന് ഒഴിവാക്കുക. അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഫുഡിലും നമ്മുടെ ലൈഫ് സ്റ്റൈലും വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബ്ലഡ് ഷുഗർ ലെവൽ ഒരുവിധം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.